പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ബിഗോണിയ ചെടികളെ കുറിച്ചാണ്. എൻ്റെ അടുത്ത് 7 വെറൈറ്റി ബിഗോണിയ ചെടി ഉണ്ട് കേട്ടോ. ബിഗോണിയ ചെടീൻ്റെ അടുത്തുനിന്ന് നല്ല മനോഹരമായിട്ട് ഇതിന് മാസമാറി എന്നാണ് പറയുന്നത്. ചട്ടിയിലാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇവിടെ ഇതിൽ പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു വെള്ള പൂവാണ് വരുന്നത്. നല്ല തിക്കായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിന്മേൽ റോസ് പൂവാണുള്ളത്. ഇതിൻ്റെയൊക്കെ ഇല നമുക്ക് മുറിച്ചിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കട്ടോ. തണ്ടും പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. പക്ഷേ പുഴുക്കേട് ഈ ചെടിക്ക് വല്ലാതെ ദോഷം ചെയ്യുന്നുണ്ട്. ഇതുപോലും പൂവുണ്ടാവണം കേട്ടോ. ഇത് റോസ് പൂവാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുക. ഇങ്ങനെ വലുതാവുന്നിടത്തോളം നല്ല പൂക്കളുണ്ടാവുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്മേൽ ഉണ്ടാകുന്നത്. ഇത് വേറെ ഒരു ഇതിന്മേൽ പൂവൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഇലകൾ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് ഇലകളുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാകട്ടോ. അടിയിൽ തന്നെ പുതിയ തൈകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു ചെടി, ഇത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നൊരു നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിയിൽ പുതിയ തൈകളും ഒരുപാടുണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിന് ഒരു വയലറ്റ് കളറാണ് ഇട്ടത്. പറഞ്ഞൊരു വയലറ്റ്. നമ്മൾ ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. ഈ ചെടിക്കുള്ളൊരു പ്രശ്നം ഉണ്ട്, ഇതിനൊരു സീസൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ്ട് നശിച്ചു പോകാനില്ല. പിന്നെ അടുത്ത പ്രാവശ്യമാണ് ഇതുണ്ടാവുക. ഇതിമൊക്കെ ഉണ്ടോ ഒരു ഒച്ച് വന്ന് ഇതിൻ്റെ ഇലകളൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ഒച്ച് ഓർക്കിഡിനും ഭയങ്കര പ്രശ്നമാണിത്. അതുപോലെ തന്നെ ഒരു ചെടിയാണത്. ഇതിങ്ങനെ തൈ ഉണ്ടാവണത് കണ്ടോ. അതിൻ്റെ ആ വേര് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഈ തൂക്ക് ചട്ടിയിൽ നട്ടാൽ നല്ല ഉഷാറായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇതൊരു വേറെ ഒരു ബിഗോണിയ വേറൊരു ഐറ്റംസാണ്. ഇതിൻ്റെയൊന്നും പേരറിയില്ല. ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ല. ഇതിന് ഒരു പൂവുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് നട്ടിപ്പോൾ അടുത്ത് കുറച്ചായിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ പൂവ് ഒരുപാട് വലിയ പൂവാണ് കേട്ടോ. പക്ഷേ ഇത് ചെറിയൊരു പൂവ് കേടുന്നൊരു പൂവാണ് ഇതിന്മേൽ ഉണ്ടായിട്ടുള്ളത്. നല്ല ഉഷാറായിട്ട് നല്ല വലിയ പൂവായിട്ട് ഇവിടെ തൂങ്ങി ഒരു 3-4 ഇഞ്ചൊക്കെ വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ പൂവ്. ഇതും ബിഗോണിയ വർഗത്തിൽ പെട്ടതാണ്. ഇതിൻ്റെ ഇലകൾ കാണാനാണ് ഭംഗി. അതുപോലെ അപ്പുറത്ത് തന്നെ ഉണ്ടൊന്ന് നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. അവിടെ ഉള്ളതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണിത്. അതൊരു പുള്ളിച്ചേമ്പ് വർഗത്തിലുള്ളൊരു ഇതാണ്. ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു ചേമ്പ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടായി വരണേ ഉള്ളൂ. വലിയ ഇല ആവട്ടെ. നമ്മൾ വലിയ ചേമ്പിൻ്റെ ആയിട്ടുള്ള വലിയ ഇല ആണ്. നല്ല ഭംഗിയാവും വലിയ ഇല ആയിട്ടുണ്ടായിട്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു കാണാൻ ഭംഗിയുള്ള ഇലകളാണ് ഉണ്ടാവുക. പിന്നെ ഇതൊരു വേറൊരു ബിഗോണിയൻ്റെ വർഗത്തിൽ പെട്ട തന്നെ വേറെ ഒരു ചെടിയാണ്. ഇവിടെ ഉണ്ട് ഒരു ബിഗോണിയ. അത് പിടിച്ച് വരണേ ഉള്ളൂ. നമ്മളൊരു ചേമ്പ് കേട്ടോ. ഇതും തന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് വരണേ ഉള്ളൂ. പുതിയൊരു തൈ ഇങ്ങനെ വരുന്നുണ്ട്. അടിയിൽ നിന്ന് പുതിയ തൈയായതിന് പുതിയ ഇലയെന്ന് അറിയില്ല, എന്തായാലും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലക്കി ബാമ്പുണ്ട്. ലക്കി ബാമ്പു പല വെറൈറ്റീസ്. അവിടെ ബട്ടർഫ്ലൈ ഉണ്ട്. ഇവിടെ ലക്കി ബാമ്പു നമ്മൾ കുറച്ച് തൈ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഇലച്ചെടികളൊക്കെ
ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എടുത്ത് വരേണ്ട നമ്മളെ ഓർക്കിഡൊക്കെ പൂവിട്ട് വരുന്നുണ്ട്. ഇത് നല്ല വലിയ പൂവുണ്ടാകാത്തത് ഇങ്ങനെ നമ്മളിപ്പോൾ ഒക്കെ പിരിച്ച് നട്ടിട്ടുള്ളൂ, പുതിയ തൈകളായതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ കുലകളാണ് ഇതിന്മേൽ ഉണ്ടാവുന്നത്. ഇതാ കേട്ടോ, ഒരു സ്റ്റെമ്പ് മാത്രമാണ് ഇതുണ്ടാവുന്നത്. നമ്മളിതിന് നല്ല വളം, ഈ ചകിരിത്തൊണ്ടും കരിക്കട്ട, ഓട്ടും കഷ്ണം, പിന്നെ നമ്മൾ തേങ്ങ വെള്ളം പുളിപ്പിച്ച് അത് ഒഴിച്ച് കൊടുക്കും. എന്നാൽ നല്ല രീതിയിലുണ്ടാവും. ഇതിന്മേൽ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഓർക്കിഡുമ്മേ. ഇനി ഈ ചെടി ഒരു 5-6 വർഷമായിട്ടോ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇത് വലിയൊരു വളർച്ച ഒന്നും ഇല്ലാതെ അങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. മുരടിച്ചല്ലാതെ അങ്ങനെ തന്നെയാണ് അത്. ഇത്ര ഒരു വളർച്ച ഇല്ലാത്തൊരു ചെടിയാണ്. ഇതിന് എന്ത് വളം ഇട്ട് കൊടുക്കാമെന്ന് ഇനി നമ്മളൊന്നിനെ പറ്റി പഠിച്ചിട്ട് വേണം. ഇവിടെയൊക്കെ അഗ്ലോണിമ ഉണ്ട്. അഗ്ലോണിമ പല കളറുണ്ട് ഇവിടെ. അപ്പോൾ അഗ്ലോണിമൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. ഒക്കെ പിടിച്ചിങ്ങനെ വരണുള്ളൂ, പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പുതിയ തൈകളായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ CZ പ്ലാന്റിൻ്റെ കറുപ്പ് കളറാണ് കേട്ടോ, കറുത്ത കളർ. ഇവിടെയൊക്കെ നമ്മൾ അഗ്ലോണിമ പുതിയ തൈകളാണിത്. ഒക്കെ പുതിയ തൈ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റിയാണ്. അങ്ങനെ പല ഇതൊക്കെ തൈകൾ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയതാണ്. നമ്മളൊരു റെഡ് ചെയ്ത് വാങ്ങി കൊടുത്താണ് കേട്ടോ. പക്ഷെ അതിൻ്റെ മേലുള്ള ഇല ഉണ്ടാവുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ കളർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഫുള്ള് റെഡ് ലീഫ് ചെയ്യുന്നു ആദ്യം. അതൊക്കെ കളർ മാറ്റണം. ഇതൊരു വേറൊരു വെറൈറ്റി ക്ലോണിങ്ങാണ്. ഇത് വേറെയാണ്. ഇത് പിന്നെ ഇങ്ങനെ നമ്മൾ ഇൻഡോർ പ്ലാന്റായി വെക്കാൻ പറ്റിയൊരു ചെടിയാണത്. അങ്ങനെ വളർന്നു പോകും. അവിടെ ഒരു ചേമ്പ് ഉണ്ട്. അതിൻ്റെ പേരെന്താ, കലേഡിയോ എന്താ, നല്ല ഭംഗിയുള്ള ഇലയാണത്. പുതിയ ഇലകൾ ഇങ്ങനെ വന്ന് നല്ല ചെറിയ തൈകളും ഉണ്ടാവുന്നുണ്ട് അതിൽ. ഇതൊക്കെ തൂക്കുചട്ടിയിൽ വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഉണ്ട്. നല്ല ഇലച്ചെടി ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാം. പിന്നെ ജമന്തി മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ജമന്തി നല്ല കുഴപ്പമില്ലാതെ മുട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ചെടികൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് നല്ല വളർച്ചയൊക്കെ നല്ല വളർച്ച ഉണ്ട് കേട്ടോ. ഇവിടെ ലക്കി പാമ്പുണ്ട്. വേറൊരു വെറൈറ്റി കളറാണ്. ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല വളർച്ചയുണ്ട്. നല്ല വളർച്ചയുള്ള ചെടികളാണ്. ഇത് പൂച്ചെടി മഞ്ഞയാണ് കേട്ടോ, മഞ്ഞ കളർ. നല്ല ഉണ്ടാവുന്നുണ്ട്. ഇതിന്മേൽ നല്ല പൂക്കളുണ്ടാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത്. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പൂട്ടാണ്. അങ്ങനെ പൂവ് ഉണ്ടായി വരണുള്ളൂ. ഇതൊരു മഞ്ഞയാണ് കേട്ടോ, മഞ്ഞ. പക്ഷേ ഈ രണ്ട് ചെടിക്കും മാറ്റങ്ങളുണ്ട്. ഇതിങ്ങനെ പടർന്ന് വല്ലാതെ പൊങ്ങി പോകാത്തൊരു ചെടിയാണെങ്കിൽ ഇത് നല്ല വലുതായിട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. നല്ല ഉയരം വെച്ച് പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഈ ചെടീൻ്റെ പേര് നമുക്കറിയില്ല. അത് നല്ല ഉഷാറായിട്ട് നല്ല പൂക്കൾ വരുന്ന ഒരു ചെടിയാണ്. പെട്ടെന്ന് വേര് പിടിപ്പിക്കുക. ഒരു 2-3 ദിവസം കൊണ്ട് നല്ല വേര് പിടിച്ച് പെട്ടെന്ന് ഒരു ചെടി നമുക്ക് തൈകളാക്കിയെടുക്കാം. അതുകൊണ്ട് ഇവിടെ പൂമ്പാറ്റകൾ സ്ഥിരം കാഴ്ചക്കാരാണ്. ഇവിടെ എപ്പോഴും ഉണ്ടാവും പൂമ്പാറ്റകൾ. ഇങ്ങനെ പാറി ഇങ്ങനെ നടന്നുകൊണ്ട ഒരു പൂമ്പാറ്റ. ഇതിൻ്റെ പല കളറുകളുടെ പൂമ്പാറ്റകൾ ഇവിടെ വരാണ്. ഇത് കണ്ടോ, ഈ ചെടി നല്ല ഉഷാറായിട്ടുണ്ടാകുന്ന ചെടി. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഈ ചെടീൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് വരുന്നത്. ഇതിന്മേൽ തുമ്പി ഉണ്ട്. ഇത് കണ്ട ഒരു തുമ്പി വന്നിരിക്കും. ഇത് നല്ല പൂക്കൾ. ഇതിങ്ങനെ ചാടിപ്പോയി. ഇതിപ്പോൾ കുട്ടികളൊക്കെ പറിച്ചേ അതൊക്കെ പറിച്ച് നിരത്തിട്ടിട്ടുണ്ട് കുട്ടികൾ. ഇത് ഒരുപാട് ദിവസം ഒരു ചെടിമേൽ നിൽക്കും കേട്ടോ. ഒരുപാട് ദിവസം ഈ ചെടി ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നിൽക്കും. പിന്നെ തെച്ചി ഇവിടെ ഒരു മഞ്ഞപ്പൂ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതിന്മേൽ പൂക്കൾ വരുന്നുണ്ട്. ഇതിന് എന്തോ ഒരു മഞ്ഞളിപ്പ് രോഗം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പൂമ്പാറ്റ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ശല്യപ്പെടുത്ത് പാറിപ്പോയി. ഇത് കണ്ട ഇതൊരു കാവി കളറാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിലാണ് ഉൾവശത്തായിട്ടുള്ളത്. പൂക്കൾ വരാനാവണുള്ളൂ. ഇവിടെ ഇത് എല്ലാം റെഡ് കളറായിട്ടുള്ളതുണ്ട്. ഇതുപോലെ പൂക്കളിങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. നല്ല പൂക്കളാണ് ഇതിൻ്റെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല റെഡ് കളറാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു കൊലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അത് പെട്ടെന്നാണ് ചാടിപ്പോവുകയും ചെയ്യും. ഈ ഭാഗത്തൊക്കെ നല്ല ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചെടികളാണിത്. പൂച്ചെടിയല്ല, ഇവിടെയൊക്കെ ഇലച്ചെടി ആണ് അധികമായിട്ടുള്ളത്. ഈ ചെടി പെട്ടെന്ന് വളരുന്നുണ്ട്. ഇതിലൊരു മഞ്ഞയും പച്ചയും കളറുള്ള ഒരു ഇലയായിരുന്നു. ഇപ്പോൾ അത് എന്താ പരിണാമം സംഭവിച്ചെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവണില്ല. ഇല മൂത്ത് കഴിഞ്ഞാൽ എന്താവുക അറിയില്ല. ഇതിന് കളർ ചേഞ്ച് ആവണില്ല. ഇത് കണ്ട കുലകുലായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അങ്ങോട്ട് പോകും കേട്ടോ. ഇതിന് തീരെ ആയുസില്ലാത്തൊരു പൂവാണിത്. പെട്ടെന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേന് ഇത് കൊഴിഞ്ഞ് ചാടാൻ തുടങ്ങും. ഏറിയ ഒരു 12 മണി വരെ നിന്നാൽ ഭാഗ്യം എന്ന് വരുത്ത. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വളരില്ല. അതിൽ വളരല്ലാതെ നിൽക്കില്ല. അത് പെട്ടെന്ന് കൊഴിഞ്ഞാടുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ പൂവാണിത്. ഇത് നമ്മൾ ഇന്നലെ പെയിൻ്റ് അടിച്ച് വെച്ചില്ലേ, അതിൽ ഒരു ആമ്പലല്ല കേട്ടോ, ഒരു മഞ്ഞ പൂവുണ്ടാവണ വലിയൊരു വലിപ്പമില്ലാതെ ഈ ഇലൻ്റെ വാരത്തിൻ്റെ ചെറിയ പൂക്കളാണ് ഉണ്ടാവുക. ഇത് നമ്മൾ അവിടെ താമരക്കുളം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇത് നമ്മൾ പുതിയ പെയിൻ്റ് അടിച്ച് ഇന്നലെ പെയിൻ്റ് അടിച്ചില്ലേ, അപ്പോൾ പെയിൻ്റ് അടിച്ചത് ഇതിൽ നട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് പിടിക്കട്ടോ. ഇത് പെട്ടെന്ന് ഈ കുളം തിന്നറിയും. നല്ല പൂക്കളും ഉണ്ടാവും. പക്ഷെ അപ്പുറത്തായപ്പോൾ നമ്മൾ ഈ താമരൻ്റെ ഒപ്പം നട്ടിട്ട് ഇത് പൂവിട്ടിരുന്നില്ല. ഒരു മത്സര വളർച്ചയിൽ പൂവിടാതെ അങ്ങനെ നിൽക്കുകയും ഇതിൽ പൂവിടുന്ന കരുതുന്നത്. ഇത് കണ്ടോ, ഈ താമരക്കുളത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. പിന്നെ ഈ താമരയും താമരക്കും പൂവ് വരുന്നില്ല, പിന്നെ മറ്റേ ആമ്പലിനും വരുന്നില്ല. ഇത് കണ്ടോ, ഇത് താമരൻ്റെ തൈയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു പോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പൂവിടാൻ സാധ്യതയുണ്ട്. ഇതിൽ എന്താ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഇതിലൊരു പൂവൊന്നും വരുന്നില്ല. ഈ ആലിന് നമ്മൾ പിന്നെ ഇന്നലെ മുകൾ ഭാഗത്ത് റെഡ് കളറ് കൊടുത്തിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഇപ്പോൾ വെള്ള കളറ് ഫുള്ള് വെള്ളമാക്കി. ഇനി ഇതിൽ നല്ല കളറിൻ്റെ കല്ല് കൊടുന്നിടണം. പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ മരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ ഇതിന്മേൽ നിന്നാൽ ഇതിൻ്റെ ഇവിടെയൊക്കെ വേര് വന്നൊരു വൃത്തികേടാവും. ഈ ഭാഗം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് വൃത്തിയാക്കണം. എന്നാലേ ഇത് നല്ല ഉഷാറിൽ വളരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വേരുകൾ ഇറങ്ങിയിട്ട് അതിൽ മണ്ണ് നിന്ന് അവിടെ വേറെ തൈകളുണ്ടായിട്ട് ഒരു ഭംഗിയില്ലാതാവും. ഇത് കണ്ട തെച്ചി ഓരോ ദിവസം തോറും ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളുണ്ടാവും കേട്ടോ.
നമ്മൾ ഓരോ പൂ കഴിയണമെന്ന് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണത്. പുതിയ പൂക്കൾ എന്നാൽ പുതിയ പൂക്കൾ ഇങ്ങനെ വരും. നല്ല ഉഷാറായിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ പൂക്കൾ കഴിഞ്ഞതാണ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ പെട്ടെന്ന് വേറെ പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഉഷാറാണ്. ഇതാണ് അതൊന്നും പൂക്കൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതൊക്കെ ഒരു ബൊക്കെ മാതിരിയാണ് ഇപ്പോൾ അത്. പിന്നെ ഇതിന്മേൽ ഇപ്പോൾ നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതല്ല വെള്ളം നിറഞ്ഞിരിക്കണമെങ്കിൽ വെള്ളം ഇങ്ങനെ നിന്നാൽ പെട്ടെന്ന് നാശമായി പോകും. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി, അതുകൊണ്ടാണ് ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്തുള്ള വീഡിയോകൾ നമുക്ക് ഇടാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇത് കാണിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഒരു മണ്ണിര അതിന് പുറത്ത് പോവുകയാണ്. അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഈ മുട്ടത്തോട് പിന്നെ തേങ്ങ വെള്ളം പൊളിപ്പിച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനവിടെ നിൽക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് സ്ഥലം മാറിപ്പോകാനുള്ളൊരു പരിപാടിയിലാണ്. അതിനെ ശല്യം ചെയ്യേണ്ട, അത് എവിടേക്കെങ്കിലും പോയിക്കോട്ടെ. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു പിന്നെ ആന്തൂറിയ മിനിയേച്ചറാണ് കേട്ടോ. നല്ല പൂ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ നമ്മളിപ്പം പറിച്ച് മാറ്റി നട്ടുകൊണ്ടാണ് ഇതൊന്നും അത്ര ഉഷാറായിട്ടില്ലാത്തത്. ഇത് ഒക്കെ ഒരു 10-15 ദിവസം കൊണ്ടൊക്കെ പൂവ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ പിന്നെ മാറ്റി ഇപ്പോൾ നട്ടതാണ്. ധാരാളം തൈകളുണ്ട്. ഇനി വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമസ്കാരം.